വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ സത്യഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ വിഷ്ണുവിൻ്റെ കാലൊക്കെ പിടിച്ച് ശാലിനി അങ്ങ് ദയനീയമായിട്ട് കരയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ ശാലിനിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ സത്യം തെളിയിക്കണം എന്നുള്ളത് കൊണ്ട് വിഷ്ണു ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ മനസ്സൊന്നും അലിയില്ല. വിഷ്ണു മിണ്ടില്ല എന്നൊക്കെ മനസ്സിലാകുമ്പോൾ ശാലിനി അങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് ശാലിനി അങ്ങ് കരയുന്നുണ്ട്. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ ശാലിനി അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, ഈ നിൽക്കുന്നവൾ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞിരുന്നവളാണ്. ഒരു ദിവസമാണെങ്കിൽ ആരോടും പറയാതെ ഇവളാണെങ്കിൽ എങ്ങോട്ടോ പോയി തിരികെ വന്നപ്പോൾ ഒക്കത്തൊരു കൊച്ചും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി നിന്നങ്ങ് കരയുന്നുണ്ട്. ശാരദാമ്മ ഉത്തരവൊന്നും പറയുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് ശാലിനി സത്യഭാമയോട് പറയുന്നതാണ്. സത്യയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ശാരദാമ്മയുടെ മുമ്പിൽ വെച്ച് വിഷ്ണുവിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ശാലിനിയാണെങ്കിൽ സത്യഭാമയോട് പറയുന്നുണ്ട് സത്യ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മയുടെ കൊച്ചുമകളാണ്, ഒരേ രക്തം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. വിഷ്ണുവും അന്തം വിട്ട് നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. പക്ഷേ പേടിയോടുകൂടി നിൽക്കുകയാണ് ശ്യാമ. ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയുമേ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശാലിനിയോട് തുടരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ശാലിനി സത്യമൊക്കെ പറയുന്നത്. ദേവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവല്ല എൻ്റെ ഫ്രണ്ടാണെന്നാണ് അവിടെ ശാലിനി പറയുന്ന ദേവനെക്കുറിച്ച്. അതിനുശേഷമാണ് എങ്കിൽ പിന്നെ സത്യ നീ പ്രസവിച്ച മോളാണെന്ന് നീ അന്നേ സമ്മതിച്ചല്ലോ, അതിൻ്റെ അച്ഛൻ ആരാണ്, അത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് സത്യാമ്മയുടെ കൊച്ചുമകളാണ്, ഒരേ രക്തമാണ് എന്നിങ്ങനെ പറയുന്നത്. പക്ഷേ സത്യഭാമയാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകില്ല. അതെങ്ങനെ ശരിയാകുമെന്നുള്ള രീതിക്കാണ് ഭാമ നിൽക്കുന്നത്. പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നീ എന്ന് ഗർഭിണിയായി, എവിടെ വെച്ച് ഏത് ഹോസ്പിറ്റലിൽ പോയി, പിന്നെ പ്രസവിച്ചത് എന്നാണ്, ഏത് ഡോക്ടറാണ് എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് തുടരെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ അന്നേരം ശാലിനി നോക്കുന്നത് ശ്യാമയാണ്. ആകെ പേടിച്ച് നിൽക്കുന്ന ശ്യാമയാണ്. തൻ്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും കുടുംബവും ഒക്കെ നഷ്ടപ്പെടും. അന്ന് ശ്യാമ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഓർമ്മിക്കുകയാണ്. വല്ല കായലിലോ കുളത്തിലോ ഒക്കെ ചാവും എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ ഓർത്തുമ്പോൾ ശാലിനി ഇങ്ങനെ ഉത്തരവില്ലാതെ തലകുനിച്ച് നിൽക്കും. അന്നേരവും സത്യഭാമ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. തുടർന്ന് ഈ ശാലിനിക്ക് തലയിറക്കും ബോധക്ഷയവും ഒക്കെ വരും. ശാലിനി അവിടെ തല കറങ്ങിയൊക്കെ വീഴും. പിന്നീട് ബോധം തെളിയുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ പിന്നീട് ശാലിനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. തുടർന്ന് ശാരദാമ്മയോടൊപ്പം ശാലിനി അവിടെ നിന്നും തിരികെ അങ്ങ് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ഈ ശാലിനിയുടെ അവസ്ഥയിൽ ആകെയൊക്കെ സങ്കടപ്പെടുന്നുണ്ട് വിഷ്ണു. പക്ഷേ വിഷ്ണുവിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം അവിടെയും കിട്ടുന്നില്ല. ഇങ്ങനെ വിഷ്ണു സത്യഭാമയുടെ രക്തമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടാത്തത് കൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ നാടകമാണ് എന്നൊന്നും വിഷ്ണുവിടെ പറയുന്നില്ല. തുടർന്ന് ശാലിനിയും കൂട്ടി ശാരദാമ്മ അങ്ങ് തിരികെ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ കാണിക്കുന്നത്. അതിനുശേഷമാണ് വിഷ്ണുവിന് ശാലിനിക്ക് ഒരു അപകടം സംഭവിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. അതിനുശേഷം വിഷ്ണു ശാലിനിയുടെ വീട്ടിലേക്ക് പോകും. അന്നേരമാണ് ഈ ദേവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ വിഷ്ണു അറിയുന്നത്. ദേവൻ്റെ വായിൽ നിന്ന് തന്നെയാണ് അതൊക്കെ അറിയുന്നതും. അതിനുശേഷമാണ് സത്യയെക്കുറിച്ചുള്ള രഹസ്യമൊക്കെ അറിയുന്നത്. അതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണുമായിരിക്കാം. ഇതൊക്കെയാണ് പുതിയ പ്രൊമോ. എന്തായാലും സത്യഭാമയുടെ കൊച്ചുമകളാണ്, ഒരേ രക്തമാണ് എന്നുള്ളത് ശാലിനി അവിടെ സത്യഭാമയോട് പറയുന്നുണ്ട്. പക്ഷെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും പിന്നീട് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങളൊക്കെ. ഓക്കെ, താങ്ക്